എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മകരവിളക്കിനെ കുറിച്ചാണ്. ഈ വർഷത്തിൽ ജനുവരി മാസത്തിൽ പുതുവർഷത്തിൽ 14-ാം തീയതി മകരം 1-ാം തീയതി മകരവിളക്ക് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ മകരവിളക്കിൻ്റെ അന്ന് ശബരിമലയിൽ നമുക്ക് മകരവിളക്ക് പലതരത്തിലും ആഘോഷിക്കാറുണ്ട്. അതൊരു പൊങ്കലായിട്ട് തമിഴ്നാട്ടിൽ ആഘോഷിക്കുന്നുണ്ട്. പിന്നെ ഒരു പട്ടം പറത്തുന്ന ഒരു ആഘോഷമായിട്ട് ഉത്തരേന്ത്യയിലൊക്കെ ആഘോഷിക്കുന്നുണ്ട്. അങ്ങനെ പല സ്ഥലത്തും ഈ മകരവിളക്ക് ആഘോഷിക്കുന്നു. അപ്പോൾ എന്താണ് മകരവിളക്കിൻ്റെ പ്രാധാന്യം തന്നെ ആദ്യം നമുക്ക് പറയാം. മൊത്തം ലോകത്തിൽ എല്ലാവരുടെയും ആഘോഷിക്കുന്നതാണ് മകരവിളക്ക്. അപ്പോൾ അവിടെ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സൂര്യൻ ഉത്തരായനത്തിലേക്ക് കടക്കുന്ന ഒരു സമയമാണ്. ഉത്തരായനത്തിലേക്ക് വരുമ്പോൾ ആ സമയത്തുണ്ടാകുന്ന അന്തരീക്ഷത്തിലെ വ്യത്യാസങ്ങൾ, അപ്പോൾ ശാസ്ത്രീയമായിട്ട് ഈ ആഘോഷങ്ങൾക്കൊക്കെ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ, അല്ലേ? അപ്പോൾ നമ്മുടെ പണ്ട് മുനിമാർ പറഞ്ഞു വെച്ച കാര്യങ്ങളും പുരാണത്തിൽ പറഞ്ഞു വെച്ച എല്ലാ കാര്യങ്ങൾക്കും ശാസ്ത്രീയമായ അടിസ്ഥാനമുണ്ട്. അപ്പോൾ അതൊക്കെ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ വ്രതം എടുക്കുന്നവർക്ക് ആരോഗ്യം വർദ്ധിക്കും എന്നുള്ളത് സയൻസ് തന്നെ തെളിയിപ്പിച്ചു. അപ്പോൾ വ്രതം എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന എന്താ പറയുക, പല പല കോശങ്ങളില്ലേ, വേണ്ടാത്ത കോശങ്ങളൊക്കെ നശിച്ചു പോയിട്ട് നമ്മുടെ ശരീരത്തെ ഒരു പ്യൂരിഫിക്കേഷൻ നടത്തുകയാണ് വ്രതങ്ങൾ. അപ്പോൾ നമ്മളിവിടെ കേരളത്തിലാണെങ്കിൽ 41 ദിവസം മണ്ഡലവ്രതം ആചരിച്ച് പിന്നെ 41 കഴിഞ്ഞാലും ഈ മകരവിളക്ക് വരയ്ക്ക് നമ്മൾ വ്രതം വയ്ക്കും. ചിലരൊക്കെ മകരവിളക്കിനാണ് ശബരിമലയ്ക്ക് ദർശനത്തിന് പോകുക. മകരവിളക്ക് ദർശനത്തിനാണ് പോവുക, മകരജ്യോതി കാണണമെന്ന്. അപ്പോൾ അതിൻ്റെ ശാസ്ത്രീയ വശം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ അന്തരീക്ഷത്തിൽ നല്ല പോസിറ്റീവ് എനർജി ആയിരിക്കും. പല പല ആഘോഷങ്ങൾ ഈ സമയത്താണ് വരുന്നത്. വൈകുണ്ഠ ഏകാദശി, തിരുവാതിര വ്രതം, അങ്ങനെ പല പല വ്രതങ്ങൾ ഈ സമയത്ത് വരുന്നത്. ഇതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ സൂര്യൻ ആ സമയത്ത് കുറച്ച് പോസിറ്റീവ് എനർജിയാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഈ ഉത്തരേന്ത്യയിലൊക്കെ ഈ പട്ടം പറത്തുന്നത് എന്തിനാന്ന് വെച്ചാൽ, പട്ടം പറത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പുറത്ത് പോകണം, അല്ലേ? സൂര്യനെ അവർ പൂജിച്ച് കഴിഞ്ഞിട്ട്, സൂര്യനെ ദൈവമായിട്ടാണല്ലോ മുമ്പ് തൊട്ടേ കരുതിയിട്ടായത്. സൂര്യനില്ലെങ്കിൽ നമ്മളില്ല. അപ്പോൾ സൂര്യനെ പൂജിച്ച് പിന്നെ ഈ പട്ടത്തെ പറത്തി വിടും. അപ്പോൾ പട്ടം പറത്തുമ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കേണ്ടത്? പുറത്ത് നിൽക്കണം, വെയിൽ കൊള്ളണം. അപ്പോൾ ആ ദിവസത്തെ സൂര്യപ്രകാശം നമ്മളിലേറ്റാൽ അത് നമുക്ക് വർഷങ്ങളോളമുള്ള അടുത്ത വർഷം വരയ്ക്കുള്ള എനർജി തരും. വിറ്റാമിൻ ഡി കൂടുതലായിട്ട് കിട്ടും. ഇന്ന് നോക്കൂ, സൂര്യപ്രകാശം കിട്ടാതെ AC റൂമിലൊക്കെ ഇരുന്ന് അതൊന്നും പറയാതിരിക്കുകയാണ് വേഗം. അതൊക്കെ എല്ലാവർക്കും അറിയാം. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം എത്ര പേരാണ് രോഗികളായി മാറുന്നത്. അപ്പോൾ അതിന് മരുന്ന് പോലും ഇല്ല, ചികിത്സ പോലും ഇല്ല. അപ്പോൾ അത്രയ്ക്ക് കഷ്ടമാണ്. അപ്പോൾ ഒരു ദിവസമെങ്കിലും നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ അന്നൊക്കെ നടന്ന്, ഇപ്പോൾ ബസ് ഇങ്ങനെ വാഹനങ്ങളിലാണെങ്കിൽ കുറച്ച് നടക്കണമല്ലോ. അപ്പോൾ സൂര്യപ്രകാശം ആ ദിവസം നമ്മുടെ ശരീരത്തിലേക്ക് എത്തും. അപ്പോൾ ഈ കറുത്ത വസ്ത്രം അന്ന് ധരിക്കുന്നതും നല്ലതാണ്. കാരണം കറുത്ത വസ്ത്രം സൂര്യരശ്മികളെ പിടിച്ച് ആഗിരണം ചെയ്ത് വെക്കും നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ ആ പോസിറ്റീവ് എനർജിയെ നമ്മുടെ ശരീരത്തിൽ എടുത്തു വെക്കും. അതാണ് ആ ദിവസം കറുത്ത വസ്ത്രം വരുന്നത്. പട്ടം പറത്തുന്നതിൻ്റെയും കാരണം അതാണ്. പിന്നെ സൂര്യനെ പൂജിക്കുന്ന പൊങ്കലുണ്ട്. രാവിലെ തന്നെ തമിഴ്നാട്ടിലും ചില ഭാഗങ്ങളിലൊക്കെ സൂര്യൻ മുറ്റത്ത് അടുപ്പ് വെച്ച് പുറത്ത് വെച്ച് പായസം ഉണ്ടാക്കി സൂര്യന് പൂജിക്കുക. അപ്പം അത്രയും നേരം നമ്മൾ എവിടെ നിൽക്കും? പുറത്ത്. പൊങ്കാല പോലെ ഇടുന്നത്. അപ്പം ക്ഷേത്രങ്ങളിലും ഒക്കെ അങ്ങനെ ആ ദിവസം അതെന്തിനു വേണ്ടിയാണ്? നമ്മൾ അത്രയും നേരം സൂര്യപ്രകാശത്തിൽ നിൽക്കുമല്ലോ. അപ്പോൾ ആ സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ തട്ടിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഋഷിമാർ അങ്ങനെയൊക്കെ നമുക്ക് നല്ലതിന് വേണ്ടിയാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ആണെങ്കിൽ 41 ദിവസം വ്രതം എടുക്കും. ഈ 41 ദിവസം ഈ അന്തരീക്ഷത്തിൽ പോസിറ്റീവ് എനർജി വരുന്നൊരു സമയമാണ്. ആ പോസിറ്റീവ് എനർജി ഉള്ള സമയത്ത് നമ്മൾ വ്രതം എടുത്താൽ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം നഷ്ടപ്പെടും. ആരോഗ്യം വീണ്ടെടുക്കും. നല്ലതുപോലെ നമ്മുടെ ശരീരം പ്യൂരിഫിക്കേഷൻ ചെയ്യും. എന്നിട്ട് നമ്മുടെ ബ്ലഡൊക്കെ പ്യൂരിഫിക്കേഷൻ ചെയ്തിട്ട് എല്ലാം ഒരു ശക്തി ആർജിക്കും. അതായത് ഇപ്പോൾ ഈ കുട്ടികളില്ലാത്തവരൊക്കെ 41 ദിവസം വ്രതം എടുത്ത് ശബരിമലയ്ക്ക് പോയിട്ട് വന്നാൽ അവർക്ക് കുട്ടികൾ ഉണ്ടാവും എന്ന് പറയുന്നു. അപ്പോൾ അതെങ്ങനെ ഉണ്ടാകുന്ന വെച്ചാൽ, ഈ 41 ദിവസം വ്രതം എടുക്കുന്നതിലൂടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന എന്തോ ഒരു പ്രശ്നം മാറി. അപ്പം അങ്ങനെ എല്ലാ ബീജങ്ങൾക്ക് നല്ല വീര്യം കിട്ടി. അങ്ങനെ അതുവരെ ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് ആ പരിശുദ്ധി കിട്ടി, ആ വീര്യം കിട്ടി. അങ്ങനെ അപ്പോൾ ഒരു കുട്ടികൾ ഉണ്ടാവാനും അതുപോലെ ഈ സമയത്ത് കുട്ടികൾ ഉണ്ടാവുന്നതും അതും ഒരു നല്ല ഒരു സമയമാണ്. അങ്ങനെ പല തരത്തിൽ. അതുപോലെ
നമുക്ക് വിറ്റാമിൻ ഡി കിട്ടുന്ന അങ്ങനെയൊക്കെ പലതരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് അയ്യപ്പസ്വാമിയും പറഞ്ഞത് ഈ 41 ദിവസം നമ്മൾ വ്രതം എടുക്കണം. അപ്പം നമ്മുടെ ശരീരത്തിനും ശുദ്ധി കിട്ടി, പിന്നെ മനസ്സിനും ശുദ്ധി കിട്ടും. ശരീരത്തിന് എത്രത്തോളം ശുദ്ധി കിട്ടുന്നു അങ്ങനെ മനസ്സിന് കിട്ടും. എങ്ങനെയാണ്? നമ്മൾ 41 ദിവസം വ്രതം എടുത്ത് ശരണമയ്യപ്പ എന്നുള്ള ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലി നമ്മൾ ശബരിമലയ്ക്ക് പോകും. അവിടെ പോകുമ്പോൾ ശബരിമലയിൽ പോകുമ്പോൾ നമുക്ക് മകരജ്യോതി കാണും. അപ്പം അത് ദേവന്മാര് ഭഗവാൻ തന്നെയാണ് നമുക്ക് ജ്യോതി കാണിക്കുക. ദേവന്മാരുമായി ബന്ധപ്പെട്ട് തന്നെയാണല്ലോ. ദേവന്മാർക്ക് ദേവലോകം നഷ്ടപ്പെട്ട അയ്യപ്പസ്വാമി മഹിഷിയെ നിഗ്രഹിച്ചു അയ്യപ്പസ്വാമി. എന്നിട്ട് ദേവന്മാർക്ക് ദേവലോകം വീണ്ടെടുത്ത് കൊടുത്തപ്പോൾ ദേവന്മാര് അതായത് പുലിയായിട്ട് ദേവേന്ദ്രനാണ് വന്നത് അല്ലെ, പുലിപ്പാൽ അന്വേഷിച്ച് പോയപ്പോഴൊക്കെ. അതൊക്കെ നമുക്കറിയാക്കാതെ അങ്ങനെ ദേവന്മാരുടെ ഒരു അനുഗ്രഹം ആർക്കുണ്ട്? അയ്യപ്പസ്വാമിക്കുണ്ട്. അപ്പൊ മഹിഷിയെ മർദ്ദിച്ച് തനിക്ക് ഞങ്ങൾക്ക് സ്വർഗം തിരിച്ചു തന്ന ആ അയ്യപ്പസ്വാമിയുടെ അവിടെ ഇങ്ങനെ 41 ദിവസം വ്രതം എടുത്ത് അവിടെ പോയി മകരജ്യോതി കാണുന്നവരുടെ എല്ലാ ആഗ്രഹവും ഞങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ആര് പറഞ്ഞിട്ടുണ്ട്? ദേവന്മാര് പറഞ്ഞിട്ടുണ്ട്. ദേവേന്ദ്രനും ദേവന്മാരും പറഞ്ഞിട്ടുണ്ട്, ഭഗവാനും പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ വിഷ്ണുവിൻ്റെയും ശിവന്റെയും മകനാണല്ലോ അയ്യപ്പസ്വാമി. അപ്പോൾ അങ്ങനെ 41 ദിവസം വ്രതം അനുഷ്ഠിച്ച് അവിടെ പോകുമ്പോൾ നമുക്ക് മകരജ്യോതി കാണാൻ പറ്റുന്നത് ദേവലോകത്തു നിന്നും കാണിക്കുന്നതാണ് ഈ മകരജ്യോതി. ഭഗവാൻ വൈകുണ്ഠത്തു നിന്ന് കാണിക്കുന്നതാണ്. ഒക്കെ വിശ്വാസമുണ്ട്. ചിലരൊക്കെ അതിനെ അവിശ്വസിക്കുന്നവരുണ്ട്. അവരോട് പറയാം, സൂര്യനെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? സൂര്യനെ നമുക്ക് തെരഞ്ഞു പോകാൻ പറ്റില്ല അല്ലെ, ഭഗവാനാണ് നമുക്ക് കാണിക്കുന്ന സൂര്യനെ. അപ്പോൾ അതുപോലെയാണ് ഈ മകരജ്യോതി അവിടെ കാണുന്നത്. അത് പക്ഷേ നമ്മൾ അവിടെയല്ല കാണിക്കേണ്ടത്, കണ്ടുകൊണ്ട് അതിനെ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുകയാണ്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലാണ് മകരജ്യോതി തെളിയുന്നത്. ആ പ്രകാശം, ഈശ്വരനാകുന്ന പ്രകാശം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തെളിയണം. അതിനാണ് ഈ 41 ദിവസത്തെ വ്രതം. അപ്പൊ എൻ്റെ ഒരു അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ, ചെറുതു മുതലേ ഈ 41 വ്രതാനുഷ്ഠാനം വീടുകളിൽ ഉണ്ടായിരുന്നു. അച്ഛനും വലിയച്ഛനും ഒക്കെ ഇങ്ങനെ ശബരിമലയ്ക്ക് പോകുമ്പോൾ. അപ്പൊ ഇന്നേ വരെ ഞാൻ ശബരിമലയ്ക്ക് പോയിട്ടില്ലെങ്കിലും ഞാൻ എല്ലാ 41 വ്രതവും എടുക്കുമായിരുന്നു. അങ്ങനെ അടുത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ നമ്മൾ ദർശനവും നടത്തും. അങ്ങനെ ഇരുന്നു കൊണ്ട് ആ മനസ്സിൽ ഭഗവാൻ, ഇപ്പൊ എനിക്ക് ശബരിമലയ്ക്ക് പോകണം എന്ന് പോലും തോന്നാറില്ല. കാരണം എന്താന്ന് വെച്ചാൽ ആ മനസ്സിലാണ് ഭഗവാനുള്ളത്. നീ അതായത് തത്വമസി എന്നുള്ളതിന്റെ അർത്ഥം ഭഗവാനെ നമുക്ക് കാണിച്ചു തരികയാണ്. 18 വർഷം നമ്മൾ ശബരിമലയ്ക്ക് പോയാൽ നമുക്ക് മോക്ഷം കിട്ടും എന്ന് പറയാം. അപ്പൊ ആ മോക്ഷമാകുന്ന ആ മകരജ്യോതി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലാണ് തെളിയേണ്ടത്. അങ്ങനെ ആ മനസ്സിൻ്റെ ഉള്ളിൽ മകരജ്യോതി തെളിയാൻ വേണ്ടിയാണ് നമ്മൾ എന്തിനാ 41 ദിവസം വ്രതം എടുത്ത് നമ്മൾ പോണത്. അപ്പൊ ഈ മകരവിളക്കിനും എല്ലാവരും മകരജ്യോതി കാണട്ടെ. അങ്ങനെ മകരജ്യോതി കണ്ടുകൊണ്ട് എല്ലാവരുടെ മനസ്സിലും ഈ വ്രതാനുഷ്ഠാനം കൊണ്ട് എല്ലാവരുടെ മനസ്സിലും മകരജ്യോതി തെളിയട്ടെ. മനസ്സിന്റെ ഉള്ളിലുള്ള ഈശ്വര പ്രകാശം, തത്ത് തും അസി, ഞാൻ നീയാകുന്നു, അയ്യപ്പൻ നമ്മളാകുന്നു, നമ്മുടെ ഉള്ളിലാണ് ഈശ്വരൻ. ആ ഈശ്വരനെ എല്ലാവർക്കും അറിയാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്